സാർ, ഇതിപ്പോൾ പ്രധാനമായിട്ട് ഒരുപക്ഷെ എല്ലാ പത്രങ്ങളിലും ഹെഡ്ലൈനായിട്ട് മാറുന്നൊരു ഓഹരി എന്ന് പറയുന്നത് മണപ്പുറം ഫിനാൻസ് ആയിരുന്നു. മണപ്പുറം ഫിനാൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം ഫിനാൻസിലേക്ക് എത്തുന്നു. ഏകദേശം 18% ഓഹരികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം ഫിനാൻസിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഗോൾഡിൻ്റെയൊക്കെ വില അത്രയധികം ഉയരത്തിലാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആകുന്ന കമ്പനികൾ കൂടിയാണ് മണപ്പുറം മുത്തൂറ്റ് പോലെയുള്ള കമ്പനികൾ. ഈ ഒരു ബെയിൻ ക്യാപിറ്റലിൻ്റെ ഈ ഒരു വരവിനെ എങ്ങനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും? ഒരു നിക്ഷേപകർ നില എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? അനില, നമ്മുടെ റിസർച്ച് ഡെസ്ക് നിഖിൽ കുറച്ച് കാര്യങ്ങൾ കമ്പൈൽ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇൻഫർമേഷൻ. അത് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പായിരുന്നു ഈ മണപ്പുറം ഫിനാൻസിനെ കുറിച്ചുള്ള ചോദ്യം വരും. കാര്യം അതൊരു കേരള കമ്പനിയാണ്, അത് ബെയിൻ ക്യാപിറ്റൽ. ഇത് കുറച്ച് നാൾ മുമ്പേ നമുക്കൊരു ഒരു സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റൂമർ ഉണ്ടായിരുന്നു ബെയിൻ ക്യാപിറ്റൽ തന്നെ ഏറ്റെടുക്കുന്നില്ല. ഫൈനലി ആ ന്യൂസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ്, അതായത് December 31, 2024 ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ പ്രൊമോട്ടേഴ്സിന് 35.3% സ്റ്റേക്ക് ഉണ്ട്. അതെന്ന് വെച്ചാൽ ശ്രീ നന്ദകുമാർ ആൻഡ് ഫാമിലി 35.3%. FPIസിന് 28.5% സ്റ്റേക്കാണ് മണപ്പുറത്തുള്ളത്. റീറ്റെയിൽസ് ആൻഡ് HNIs, അത് മെയിൻലി സാധാരണ ജനങ്ങളും അതിൽ പൈസ കൂടിയ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനും വരുന്നത് ഏതാണ്ട് 22.9%. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, അത് മ്യൂച്വൽ ഫണ്ട് ആവാം, ഇൻഷുറൻസ് കമ്പനീസ് ആവാം, എന്തോ ആയിക്കോട്ടെ, അവർക്ക് ഏതാണ്ട് 7.9% ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കോർപ്പറേറ്റ്, മറ്റുള്ള കോർപ്പറേറ്റ്സിനും ഇതിന് ഹോൾഡ് ചെയ്യാമല്ലോ, ഏതാണ്ട് 4.2%. സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതേഴ്സ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഞാൻ പറഞ്ഞല്ലോ HNIയും റീറ്റെയിലും കൂടെ 22.9 ആണ്. ഒരു അതർ കാറ്റഗറീസിൽ ഏതായാലും 1.2% കൂടെ വരും. ഇതാണ് അതിൻ്റെ ഹോൾഡിംഗ് വരുന്നത്. ഇവിടെ ബെയിൻ ക്യാപിറ്റൽ 18% ഷെയർ എടുക്കുക. 18% ഷെയർ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മാർക്കറ്റിനേക്കാളും പ്രീമിയത്തിലാണ് എടുക്കുന്നത് തോന്നുന്നു. 30% പ്രീമിയം, ഏതാണ്ട് 236 രൂപ പെർ ഷെയറിനാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഏതാണ്ട് 4385 കോടിയാണ് 4835 കോടി 835 കോടിക്കാണ് തോന്നുന്നു എന്നിട്ട് 18% സ്റ്റേക്ക് എടുക്കുന്നത് അല്ലേ. ഇത് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റും വാറന്റും കൂടെ ചേർന്നാണ് കൊടുക്കുന്നത്. പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റും വാറന്റും. അപ്പോൾ ഇതിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്യും. ആ ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്തിട്ട് ഒരു 26% കൂടെ എടുക്കണം. അതെന്താ അറിയോ, ഈ ഓപ്പൺ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 18% ആണല്ലോ ബെയിൻ ക്യാപിറ്റൽ എടുക്കുന്നത്. ബെയിൻ ക്യാപിറ്റൽ എടുക്കുമ്പോൾ ഈ കമ്പനിയുടെ മാനേജ്മെന്റിൽ ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നു. അതായത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇത്രയും നാൾ ഇപ്പം അത് പറയപ്പെടുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഉള്ള ഷെയർ ഹോൾഡേഴ്സ് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ നന്ദകുമാർ ആൻഡ് ഫാമിലിയുടെ ഒരു വിഷനെ ബേസ് ചെയ്തിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് മാനേജ്മെന്റ് വരുന്നത് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചാണ്. ചിലപ്പോൾ ഇനി മാനേജ്മെന്റ് ഇനി അങ്ങോട്ട് കേൾക്കുന്നത് ശ്രീ നന്ദകുമാറിൻ്റെ ഫാമിലിയും ബെയിൻ ക്യാപിറ്റലും കൂടെ ചേർന്ന് ഒന്നിച്ചായിരിക്കും ഇതിനെ ജോയിൻലി റൺ ചെയ്യുക എന്നുള്ളത്. അപ്പം മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് മാറും, കമ്പനിയുടെ വിഷൻസ് മാറും, ചിലപ്പോൾ പുതിയ മേഖലകളിലേക്ക് കയറാം. അങ്ങനെ ഒരു ചേഞ്ച് ഓഫ് മാനേജ്മെന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു എക്സിറ്റ് കൊടുക്കാനുള്ള ഒരു ചാൻസ് വേണം. ഇതൊരു സെബിയുടെ ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് റീറ്റെയിൽ ഇൻവെസ്റ്ററിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ഒരു ഓഫർ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിനാണ് ഈ ഓപ്പൺ ഓഫർ എന്ന് പറയുന്നത്. അതായത് ഒരു പുതിയതായിട്ട് ഒരാൾ ആ കമ്പനി ഏറ്റെടുക്കുകയോ 25% കൂടുതൽ മേടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഓഫർ കൊടുക്കണം മറ്റുള്ള ഇൻവെസ്റ്റേഴ്സ് ടു ദ ട്യൂൺ ഓഫ് 26%. അതായത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട്, അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള മാനേജ്മെന്റ് ചേഞ്ച് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സന്നദ്ധത അറിയിക്കണം. ഞങ്ങൾ ഇങ്ങനെ വന്ന് ഏറ്റെടുത്തു, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓഫറിൽ ഈ ഷെയർ എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾക്ക് അത് തന്നിട്ട് പോവാം. അപ്പോൾ 18 കൂടാതെ 26% കൂടി അവർ ചിലപ്പോൾ മേടിച്ചു എന്നിരിക്കാം. അപ്പോൾ ഇവരുടെ ഒരു സ്റ്റേക്ക് ബെയിനിൻ്റെ സ്റ്റേക്ക് മലപ്പുറത്ത് 18 നിന്ന് 41 വരെ ഉയർന്നേക്കാം. ആ 26% കൂടെ ചേർന്ന് 26 മുഴുവൻ കിട്ടുകയാണെങ്കിൽ ടോട്ടൽ അവർ 41, ഇല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാവരും കൊടുക്കണം നിർബന്ധമില്ലല്ലോ. കുറേ പേര് ആയിരിക്കും ഇനി കുറച്ചുകൂടി കമ്പനി നന്നായി ബെയിൻ ക്യാപിറ്റലിൻ്റെയും കൂടെ ഒരു മാനേജ്മെന്റ് പ്രോവസ് അതിനകത്ത് വരുമ്പോൾ കമ്പനി നന്നാവും എന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ച് പേര് തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ 41 ആവത്തില്ല, ബട്ട് അങ്ങനത്തെ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 236 രൂപ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വലിയൊരു സംഖ്യ തന്നെയാണ്. കാര്യം വെച്ചാൽ 30%. കാര്യം അതിലൊരു വേറൊരു രസം എന്ന് വെച്ചാൽ ഈ മുത്തൂറ്റ് ഫിനാൻസ് 2 ടൈം ബുക്ക് വാല്യൂലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഈ ഫിനാൻസ് കമ്പനീസിനെ അല്ലെങ്കിൽ ബാങ്ക്സിനെ ഒന്നും നമ്മൾ ഒരിക്കലും പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസിൽ വാല്യൂ ചെയ്യാറില്ല. പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് കൂടുതലും കൺസ്യൂമർ കൺസംഷൻ ഓറിയന്റഡ് സ്റ്റോക്സിലായിരിക്കും നമ്മൾ ഒരു വാല്യുവേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഫിനാൻഷ്യൽ കമ്പനീസ് നമ്മൾ എപ്പോഴും ബുക്ക് വാല്യൂവിൻ്റെ എത്ര ടൈംസിലാണ് ട്രേഡ് ചെയ്യുന്നത്, അതാണ് ഒരു ഫാക്ടർ. 8, 9, 10% വരെയും വളരെ കോസ്റ്റ്ലി ആണെന്നും 1-2% ടൈംസിലാണ് ഞാൻ ശതമാനം എന്ന് പറയാൻ പറ്റില്ല, ടൈംസിൽ 1 to 2 ടൈംസിലാണ് ചെയ്യുന്നത്. അത് ചീപ്പാണെന്നും നമ്മൾ പറയപ്പെടാറുണ്ട്. ഒരു 3, 4, 5 ആണെങ്കിൽ ഓപ്റ്റിമാണ്, അണ്ടർ വാല്യൂഡും അല്ല ഓവർ വാല്യൂഡും അല്ല. അപ്പോൾ ടൈംസ് ഓഫ് ബുക്ക് വാല്യൂവിൽ എത്ര ട്രേഡ് ചെയ്യണമെന്നുള്ളതാണ് മുത്തൂറ്റ് ഫിനാൻസ് സെയിം
സെയിം കാറ്റഗറിയിലുള്ള മുത്തൂറ്റ് ഫിനാൻസ് അതായത് 2 times ബുക്ക് വാല്യൂലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം മണപ്പുറം ഫിനാൻസ് ബുക്ക് വാല്യൂലാണ് ട്രേഡ് ചെയ്യുന്നത്. 2026 ബുക്ക് വാല്യൂലാണ് ട്രേഡ് ചെയ്യുന്നത്. മുത്തൂറ്റ് ഫിനാൻസ് 2026 2 times ബുക്ക് വാല്യൂലാണ് ട്രേഡ്. അപ്പോൾ ആ ഒരു ഡിഫറൻഷ്യൽ ഉണ്ട് എന്നുള്ളത് കാരണം മണപ്പുറം ഓപ്റ്റിക്കലി കാഴ്ചയിൽ അതൊരു ചീപ്പായിട്ട് തോന്നിയേക്കാം. ബട്ട് ഈ പറയുന്ന പോലെ മുത്തൂറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഏതാണ്ട് വളരെ വലിയൊരു ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോ നമ്മൾ ഇന്നലെ തന്നെ പറയുന്നു 1 ട്രില്യണോളം വന്നിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല അവരുടെ ഗോൾഡ് ലോൺ മാനേജ്മെന്റ് അവരെങ്ങനെയാണ് ആ ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് മുത്തൂറ്റ്. അതേപോലെ ഒരു മണപ്പുറം വരുമോ എന്ന് അറിയില്ല. എങ്കിലും ഈ മണപ്പുറത്തിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് ആശീർവാദ് മൈക്രോ ഫിനാൻസ്, അതിൽ ആ മൈക്രോ ഫിനാൻസിന്റെ റണ്ണിങ്ങിൽ RBI ആയിട്ട് ചില ഇഷ്യൂസ് നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പ്രീമിയം കുറവെന്നും നിങ്ങൾ ജനങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കമ്പനിക്ക് പ്രീമിയം വാല്യുവേഷൻ ഉണ്ട്, വേറൊരു കമ്പനിക്ക് ലോവർ വാല്യുവേഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു കമ്പനി പ്രീമിയം വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യണമെന്നും എന്തുകൊണ്ടാണ് മറ്റേ കമ്പനി ലോവർ വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യണമെന്നുള്ള റീസൺ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള. അതായത് വെറും നമ്പേഴ്സ് മാത്രം കൊണ്ട് ഓപ്റ്റിക്കലി നോക്കുമ്പോൾ നിങ്ങൾ ആ ഫിഗർ ലെസർ ആയിട്ട് മണപ്പുറത്തിന് കാണുന്നത് ഒരു പോസിറ്റീവ്. ഇത് മണപ്പുറം സ്റ്റോക്ക് മോശമാണെന്നോ അതിന്റെ ബിസിനസ് മോശമാണെന്നല്ല, ഇതൊരു ഇൻഫോർമേറ്റീവ് പർപ്പസിന് ഒരു അക്കാഡമിക് കൺസിഡറേഷൻ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾ പറയുന്നതാണ്. അതായത് ചീപ്പായിട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ട്, സ്റ്റോക്കും ബിസിനസ്സും ചീപ്പ് ആവണം നിർബന്ധമില്ല. ഇൻ റിലേഷൻ ടു എന്താണ് ആ ഇഷ്യൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മാത്രം ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ പറയുള്ളൂ. ഏതായാലും ഇതൊരു നല്ലൊരു ഡീലാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മണപ്പുറത്തിന് എനിക്ക് തോന്നുന്നു നന്ദകുമാറിന്റെ സ്റ്റേക്ക് കുറയും അല്ലേ, ഇതോടുകൂടി 35.3 28.9 ആയിട്ട് കുറയുന്നു തോന്നുന്നു. അതായത് അവരും കുറച്ച് ടെൻഡർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് തോന്നുന്നത് അല്ലേ, അവരെയും കൂടെ കുറച്ച് മേടിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല, വരും ദിവസങ്ങളിലായിരിക്കും കിട്ടുന്നത്. ഏതായാലും അതൊരു ഒരു എൻകറേജിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഒരു കേരള ബേസ്ഡ് മണപ്പുറം ഗോൾഡ് ഫിനാൻസ് കമ്പനിക്ക് വന്നിരിക്കുന്നത്. യെസ്, ഏതായാലും അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ ടെക്നിക്കൽ സൈഡ് കൂടി നോക്കേണ്ടതുണ്ട്. ഹരിപ്രിയ മാം, മണപ്പുറത്തിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ഏകദേശം 4% മുകളിലുള്ളൊരു നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. 227 രൂപ എന്നൊരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല പുതിയൊരു 52 വീക്ക് ഹൈയിലേക്കും ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ ആദ്യത്തെ ഒരു മണിക്കൂറിനകത്ത് രേഖപ്പെടുത്താനായിട്ട് മണപ്പുറത്തിന് സാധിക്കുന്നുണ്ട്. മണപ്പുറത്തിൻ്റെ ഒരു ടെക്നിക്കൽ ട്രെൻഡിനെ എങ്ങനെയാണ് മാം വിലയിരുത്തുന്നത്? മണപ്പുറത്തിന്റെ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ചാർട്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് മണപ്പുറം നിൽക്കുന്നത്. കാരണം അത് ഇപ്പം 52 വീക്ക് ഹൈയെ ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 52 വീക്ക് ഹൈ എന്ന് നമ്മൾ ഏകദേശം പറയുമ്പോൾ 228 ആ ലെവല്, 228 229 ആ ലെവലാണ്. ആ ലെവല് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും നല്ല ഹൈ വോളിയത്തിലാണ് ടെസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. ചെറിയ വോളിയം ഒന്നല്ല. കുറച്ച് നാളായിട്ട് കഴിഞ്ഞ ജനുവരി തുടങ്ങിയ നവംബർ തുടങ്ങിയെന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ ഒക്ടോബറിൽ അത് മേക്ക് ചെയ്ത ലോ, അതായത് 140 എന്നുള്ള ആ പോയിന്റിൽ നിന്ന് അത് നല്ല ഒരു ആക്ടിവിറ്റിയോട് കൂടിയാണ് പതുക്കെ പതുക്കെ അത് മുകളിലോട്ട് പോയേക്കുന്നത്. ഒരു ചാനൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആ ചാർട്ടിൽ 1 ഡേ ചാർട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഭയങ്കര ഈസി ആയിട്ട് അത് ആ ചാനൽ കാണാൻ പറ്റും. ഈ 140 എന്നുള്ള ലെവലിൽ നിന്ന് അത് 228 വരെ വരാൻ എത്ര സമയം എടുത്തു എന്നുള്ളത്. അപ്പോൾ ഒരു ടൈം കറക്ഷനും കഴിഞ്ഞു, ഒരു പ്രൈസ് കറക്ഷനും കഴിഞ്ഞു, അത് നേരെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വോളിയം എൻകറേജിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. MACD ക്രോസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നു. അത് മാത്രമല്ല ഇതിനകത്തെ RSI ഫാക്ടർ ആണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. കാരണം ഇപ്പം ആ ട്രെൻഡ് ക്രോസ് ചെയ്ത് ആ 80ക്ക് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ 230 എന്നുള്ള ലെവലിൽ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ആ ലെവൽ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഇതിന് മുകളിലോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു 20% എങ്കിലും അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഉടനെ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ there is a fair chance with the high volume that is present over there. So അത് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്ത് ആ റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ആ ക്ഷമയോടെ കാത്തിരുന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മണപ്പുറം is going to make a big deal.